ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. PR സുനിൽ, ആദിൽ പാലോട്, VS രഞ്ജിത്ത്, സജോ ദേവസ്യ, VS രഞ്ജിത്ത് എന്നിവരാണ് ചേരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി മത്സരിക്കുന്നത് തീരുമാനിക്കാനുള്ള നിർണായക CPIM പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. പിണറായി വിജയൻ മത്സരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ നയിക്കണമെന്ന സംസ്ഥാന ഘടകത്തിന്റെ ആവശ്യം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ യോഗത്തെ അറിയിക്കും. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾക്കൊപ്പം പശ്ചിമബംഗാളിലെ സ്ഥിതിയും പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യും. PR സുനിലാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. PR സുനിൽ, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് CPIM എന്ന പാർട്ടിയെ സംബന്ധിച്ച് എത്രത്തോളം നിർണായകമാണ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ മറ്റാര് നയിക്കും എന്നുള്ളൊരു ചോദ്യം പല കോണിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും കേരള ഘടകത്തിന്റെ ഈ ആവശ്യത്തോട് PB പച്ചക്കൊടി വീശുമോ? സുധി, തീർച്ചയായും ഇക്കാര്യത്തിൽ PB തീരുമാനമെടുത്തു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും നേരത്തെ തന്നെ പിണറായി വിജയൻ തന്നെയായിരിക്കും കേരളത്തിൽ ഇടതുപക്ഷത്തെ നയിക്കുക എന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കും ആ നിലപാട് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതേസമയം പിണറായി വിജയൻ മത്സരിക്കുമോ എന്നതാണ് പിന്നീട് വന്ന ചോദ്യം. പക്ഷേ അത് പിന്നീട് തീരുമാനിക്കും. പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നതായിരുന്നു MA ബേബി മറുപടി നൽകിയത്. ഏതായാലും PB അംഗങ്ങൾ മത്സരിക്കുന്ന കാര്യത്തിൽ പോളിറ്റ് ബ്യൂറോ ആണ് തീരുമാനം എടുക്കേണ്ടത്. പോളിറ്റ് ബ്യൂറോ ആണ് അനുമതി നൽകേണ്ടത്. ആ അർത്ഥത്തിലാണ് ഇന്നത്തെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പിണറായി വിജയന്റെ സ്ഥാനാർത്ഥിത്വം വലിയ ചർച്ചയാകുന്നത്. ഏതായാലും എല്ലാ PB അംഗങ്ങളും അതുപോലെ തന്നെ ഏതാണ്ട് എല്ലാ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ആവശ്യപ്പെടുന്നത് പിണറായി വിജയൻ മത്സരിക്കണം എന്നത് തന്നെയാണ്. കേരള ഘടകവും ഇന്നത്തെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ആവശ്യപ്പെട്ടത് പിണറായി വിജയൻ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തെ നയിക്കണം എന്നത് തന്നെയാണ്. ഏതായാലും ആ നിലയിൽ തന്നെയായിരിക്കും പോളിറ്റ് ബ്യൂറോയുടെ അന്തിമ തീരുമാനം വരാൻ പോകുന്നത്. ഇന്ന് വൈകിട്ട് 4:30 മണിക്ക് ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വാർത്താ സമ്മേളനമുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇത് സംബന്ധിച്ചൊരു മറുപടി MA ബേബി നൽകുമായിരിക്കും. ഏതായാലും കേരളത്തിൽ ഇടതുപക്ഷത്തെ നയിക്കാൻ പോകുന്നത് 10 വർഷത്തെ അധികാര തുടർച്ചയ്ക്ക് ശേഷം പിന്നീട് പിണറായി വിജയൻ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും അദ്ദേഹം മത്സരിച്ചുകൊണ്ടായിരിക്കുമോ ഈ ഒരു ഇടതുപക്ഷത്തെ തെരഞ്ഞെടുപ്പിൽ നയിക്കുക എന്ന കാര്യമാണ് നമുക്കറിയേണ്ടത്. ഏതായാലും അതിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യത ഏതായാലും ഇല്ല. പിണറായി മത്സരിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ കേരളത്തിൽ നയിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് തന്നെയായിരിക്കും പോളിറ്റ് ബ്യൂറോ വരാൻ പോകുന്നത്. കാരണം ഇന്ന് ഇടതുപക്ഷത്തിന്റെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു മുഖമാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊരു നേതാവ് മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത് ഉചിതമല്ല എന്നതാണ് പല നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധിയിൽ ഇളവ് നൽകിക്കൊണ്ടാണ് പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയത്. കാരണം മുഖ്യമന്ത്രിയാണ് ഇനി വരാനുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഒരു സാഹചര്യം. ഇതൊക്കെ അന്ന് വിലയിരുത്തിയ ശേഷമാണ് പാർട്ടി കോൺഗ്രസ് ആ തീരുമാനം എടുത്തത്. ഏതായാലും ഇപ്പോൾ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല എങ്കിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അധികാരത്തിലില്ലാത്ത പാർട്ടിയായി CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ മാറാൻ പോവുകയാണ്. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും അധികാരം നഷ്ടപ്പെട്ട ശേഷം ഇതുവരെ ആ സംസ്ഥാനങ്ങളിൽ തിരിച്ചു വരാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല, CPIMന് സാധിച്ചിട്ടില്ല. പാർട്ടി കരുത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ കഴിയാത്ത സാഹചര്യം ഈ രണ്ട് സംസ്ഥാനങ്ങളിലുമുണ്ട്. കേരളത്തിൽ മാത്രമാണ് അധികാരത്തിലുള്ളത്. കേരളത്തിലെ സർക്കാർ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം എന്നതാണ് PBയും CCയും ഒക്കെ തന്നെ വിലയിരുത്തുന്നത്. ആ അർത്ഥത്തിൽ പിണറായി തന്നെ മുന്നിൽ നിന്ന് നയിക്കുക, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് നയിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് പോളിറ്റ് ബ്യൂറോ പോകാൻ സാധ്യത. ആ നിലയിൽ തന്നെയാണ് പോളിറ്റ് ബ്യൂറോയിൽ ചർച്ചകൾ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, എന്തായാലും 4 മണിക്ക് നടക്കാൻ പോകുന്ന MA ബേബിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക് കാതോർക്കുകയാണ്, ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. PR സുനിലാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.